സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനം. സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുമ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ല എന്നാണ് ആക്ഷേപം. അതിനിടെയാണ് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിയുള്ള പുതിയ നീക്കം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 3000 ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. എന്നാൽ ഇത് ആരൊക്കെ എന്നത് വ്യക്തമല്ല. സർക്കാർ മുന്നിട്ടിറങ്ങി ദേവസ്വം മന്ത്രിയുടെ മേൽനോട്ടത്തിൽ പമ്പ മണൽപ്പുറത്ത് സെപ്റ്റംബർ 20-ന് അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ്. എന്നാൽ ഹൈന്ദവ സംഘടനകളെ ഈ സമ്മേളനത്തിലേക്ക് വിളിക്കേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. 3000-ലധികം അയ്യപ്പ ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോഴും അത് ആരൊക്കെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ബിന്ദു അമ്മിണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലെ സർക്കാർ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ സത്യാമൂലം കൊടുത്ത സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. കൂടാതെ ശബരിമലയുടെ പവിത്രമായ ആചാരം സംരക്ഷിക്കാൻ നാമം ജപിച്ച് സമരം നടത്തിയ ഭക്തർക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ എടുത്തിട്ടുണ്ട്. അതും ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സർക്കാരാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്നാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ജനം, കൊച്ചി.